ഇന്ന് എനിക്കൊരു ബ്ലാക്ക് കളർ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശബരിമലയ്ക്ക് മാലയിട്ടേക്കുന്ന ഒരു മാളികപ്പുറത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കാൻ നോക്കിയാലോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓർത്ത കേട്ടോ, എന്നാൽ നിങ്ങളെയും കൂടി ഇത് കാണിക്കാം. അപ്പോൾ ഞാൻ എയർലൈൻ ഷേപ്പിൽ നമ്മുടെ ബോഡി പാർട്ട് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ലീവ് വരച്ച് കഴിഞ്ഞിട്ട് ഈ ബോഡി പാർട്ടിൻ്റെ ആം ഹോൾ ഉണ്ടല്ലോ, അതും സ്ലീവായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ സ്ലീവ് വെട്ടിയെടുത്തു. സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇനി സ്ലീവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ട് നമുക്ക് കുഴിച്ച് വെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചുരിദാർ ഇടുന്ന സമയത്ത് ഫ്രണ്ടിൽ അങ്ങനെ ഒരു ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്തിൻ്റെ ക്യാൻവാസാണ് എടുത്തേക്കണേ. അതിലാണ് നെക്ക് ഫിനിഷ് ചെയ്യണത്. അപ്പോൾ അതിൽ സ്ക്വയർ ഷേപ്പാണ് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ക്ലോത്തിൻ്റെ ക്യാൻവാസ് ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ നല്ല ഫ്ലോയി ആയിട്ട് അങ്ങ് കിടന്നോളും. ഒരുപാട് ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ യൂസ് ചെയ്യണതാണ് നല്ലത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേറൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ ക്യാൻവാസിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റീം അയൺ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് ഹീറ്റൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഞാൻ ഇവിടെ നെക്ക് ഈ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പം നല്ല നീറ്റായിട്ട് നെക്ക് നിന്നോളൂ. അത് കഴിഞ്ഞ് അയൺ ചെയ്തെടുത്തു. കണ്ടോ, നല്ല പെർഫെക്റ്റ് വി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കാര്യം ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തു. ഇനി ഈസിയാണ് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. പിന്നെ ജസ്റ്റ് ബോഡി പാർട്ടുകൾ കൂട്ടി അടിക്കുക, എൻഡ് ഫിനിഷ് ചെയ്യുക, അത്രയും പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് എൻഡ് ഫിനിഷ് ചെയ്യണതാണ് കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ എൻഡിൽ കൂടെ ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകും. എന്നിട്ട് ഇനി അതിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് എൻഡ് ഫിനിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ഇനി എന്നത്തെ പോലെ തന്നെ ഫൈനൽ പരിപാടി എന്താണെന്ന് വെച്ചാൽ അയൺ ചെയ്യുക. അയൺ ചെയ്ത് നല്ല ഷേപ്പിലെടുക്കുക, അത്രയും പണിയുള്ളൂ. അങ്ങനെ എന്ത് പെട്ടെന്ന് ഒരു കുർത്തി റെഡി ആയല്ലേ. അപ്പോൾ ഒരു ഏകദേശം 2 മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ തയ്ക്കാനായിട്ട്. അപ്പോൾ അതേ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് നോക്കിയേ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യണ ക്രൈപ്പാട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 45 രൂപയൊക്കെ ആവുള്ളൂ. ഒരു 3 മീറ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തയ്പ്പറിയുകയാണെങ്കിൽ ഒരു 150 രൂപയ്ക്കല്ലേ നമുക്ക് ചിലവാവുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആട്ടോ. അതൊരു 80 രൂപ എങ്ങാണ്ടൊക്കെ മാർക്കറ്റിൽ റേറ്റ് വരുന്നുള്ളൂ. അപ്പോഴും ഒരു 250 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിടാം. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവില്ല കേട്ടോ.